മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവിനെ പാർവതിയമ്മ നാണം കെടുത്തി വിട്ടതോടെ മദ്യപിക്കുന്നു. ശിവാനി കാരണം ചോദിക്കുന്നു. നീ കാരണമാണ് ഈശ്വരമംഗലം എന്ന പേര് മാറ്റി നിന്റെ പേര് കമ്പനിക്കിട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. പ്രണവിനിപ്പോൾ എന്താണ് വേണ്ടത്? ഗൗതമിന്റെ സൈൻ വേണം. ഞാൻ വാങ്ങിത്തരാം. നീയോ? എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഗൗതമിന്റെ സൈൻ വാങ്ങിത്തന്നാൽ പ്രണവ് എനിക്ക് എന്ത് തരും? ഞാൻ നിനക്ക് എന്ത് തരാൻ? ഞാൻ ചോദിക്കുന്നത് പ്രണവ് തരുമോ? എന്താണ് നിനക്ക് വേണ്ടത്? വസുന്ധര ആൻറ്റി ഇനി മുതൽ കമ്പനിയിൽ വരരുത്. ശരി, നീ ഗൗതമിന്റെ സൈൻ വാങ്ങിയാൽ വസുന്ധര ആൻറ്റിയെ കമ്പനിയിൽ കയറ്റില്ല. അങ്ങനെ പ്രണവ് വിളിച്ചതുപോലെ ശിവാനിയും പാർവതിയമ്മയെ വിളിക്കുന്നു. ശിവാനിയുടെ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അവളുടെ അമ്മ രേണുകയുടെ ഫോണിൽ വിളിക്കുന്നു. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് പാർവതിയമ്മ ഫോൺ എടുക്കുന്നു. ശിവാനിയാണെന്നറിഞ്ഞതോടെ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നിന്നെപ്പോലെ ഉള്ളവരോട് സംസാരിച്ചെൻ്റെ മൂഡ് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അതോടെ ശിവാനിയുടെ അടവ് ചീറ്റിപ്പോയി. പാർവതിയമ്മ അമ്പലത്തിൽ പോകുന്നത് കണ്ട് വഴിയിൽ വെച്ച് കാണാമെന്ന് ശിവാനി പറയുന്നു. എന്നിട്ട് പ്രണവിനൊരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. ഇതെന്താണ് ശിവാനി? അതൊക്കെയുണ്ട്, പ്രണവ് ഇത് കുടിക്ക്. വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു. മദ്യപിച്ച പ്രണവിനെയും കൊണ്ട് ശിവാനി പാർവതിയമ്മയെ കാണാനായി പോകുമ്പോൾ എങ്ങോട്ടേക്കാണ് എന്ന് വസുന്ധര ചോദിക്കുന്നു. അതൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് ശിവാനി പറയുന്നു. എന്നാൽ വീണ്ടും വസുന്ധര ചോദിക്കുമ്പോൾ പ്രണവ് പറയുന്നു അമ്മയെ കാണാനാണ് പോകുന്നതെന്ന്. അത് കേട്ടതും വസുന്ധര ഉച്ചത്തിൽ ചിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അല്ല, നിന്നെ കണ്ടാൽ ഉടനെ തന്നെ ചായയും പലഹാരവും ജ്യൂസുമൊക്കെയായി സ്വീകരിക്കുമെന്ന് ഓർത്ത് ചിരിച്ചു പോയതാണ്. ഞങ്ങൾ അമ്മയെ വീട്ടിൽ പോയല്ല കാണുന്നത്, ക്ഷേത്രത്തിൽ പോയാണ് കാണുന്നതെന്ന് പ്രണവ് പറയുന്നു. അപ്പോൾ ശിവാനി പറയുന്നു, അങ്ങനെ ഗൗതമിന്റെ സൈൻ ഞങ്ങൾ വാങ്ങി വന്നാൽ പിന്നെ നിങ്ങൾ കമ്പനിയിൽ വരരുത് അല്ലേ പ്രണവേ? അതെ ആൻറ്റി, കമ്പനിയിൽ വരരുതെന്ന് പ്രണവും പറയുന്നു. അതിനുള്ള മറുപടി ശിവാനിക്ക് വസുന്ധര കൊടുക്കുന്നു. നിങ്ങൾ സൈൻ വാങ്ങി വന്നാൽ ഞാൻ പിന്നെ കമ്പനിയിൽ വരില്ല. പാർവതിയമ്മയെ വഴിയിൽ തടഞ്ഞു നിർത്തി ശിവാനി വന്നു ഒരു അഭിനയം നടത്തുന്നു. ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി ആൻറ്റി. പ്രണവിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പൈസയോടുള്ള ആർത്തി മൂത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ പ്രണവ് ഇപ്പോൾ എപ്പോഴും മദ്യപിക്കുന്നു. ഗൗതമിന്റെ കയ്യിൽ നിന്നും സൈൻ കിട്ടാത്തതുകൊണ്ടാണ് പ്രണവ് ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്. ഞാൻ പ്രണവിനോട് പറഞ്ഞതാണ് ആ പ്രൊജക്റ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്നാലും എന്തിനാണിങ്ങനെ കുടിച്ച് നശിക്കുന്നതെന്ന്. ഇതൊക്കെ കണ്ട് പ്രണവിനോട് പാർവതിയമ്മ ചോദിക്കുന്നു, ആണോടാ, നീ ഇപ്പോൾ സ്ഥിരം കുടിയനായോ? എന്നിട്ട് പാർവതിയമ്മ ചിരിക്കുന്നു. ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയത്. നീ ഇതുപോലെ തന്നെ കുടിച്ച് നശിക്കണം. ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്ത് തരുമെന്ന് വിചാരിക്കേണ്ട. ഇനി എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ക്ഷേത്രനടയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പാർവതിയമ്മ പോകുന്നു. CKC അഭിനയിച്ച് തകർക്കുകയാണ്. CKCക്ക് നിർമ്മലാമ്മയെ ഒന്ന് കാണണം, ക്ഷേത്രത്തിൽ വെച്ച് കാണണം. നിർമ്മലാമ്മ നിധിയോട് പറയുന്നു, ഞാൻ അയാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയണം. ക്ഷേത്രത്തിൽ CKC നിർമ്മലാമ്മയെ കാത്തു നിൽക്കുന്നു. അയാൾ ചെയ്ത തെറ്റിനൊക്കെ നിർമ്മലാമ്മയോട് മാപ്പ് ചോദിക്കുന്നു. മരിക്കാനിരിക്കുന്ന അയാൾക്ക് നിർമ്മലാമ്മയുടെയും മകന്റെയും കൂടി ജീവിക്കണമത്രേ. എനിക്കൊന്നും കേൾക്കേണ്ട എന്ന് പറഞ്ഞ് പോകാൻ പോകുന്ന നിർമ്മലാമ്മയെ കൂട്ടിയയാൾ കർപ്പൂരം കത്തിച്ചതിൽ കൈവച്ച് പൊള്ളിച്ച് സത്യം ചെയ്ത് കാണിക്കുന്നു. ശരിയെങ്കിൽ നിങ്ങൾ ജ്യോതിർമയിയോട് എല്ലാ കാര്യങ്ങളും പറയുക. അതോടെ CKC ഒന്ന് ഞെട്ടി. അത് ഞാൻ പറയുമായിരുന്നു, പക്ഷേ ജ്യോതിർമയി നിങ്ങളെ രണ്ടുപേരെയും കൊല്ലുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ജ്യോതിർമയിയെ അറിയിക്കാത്തതെന്ന് CKC പറയുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.